ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടും ആരോഗ്യത്തോടൊക്കെ ഇരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ഒരു തോരൻ്റെ റെസിപ്പി. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 പച്ചമുളക് ഞാനിതായിട്ട് രണ്ടായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിൽ. ഇനി നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നല്ല ജീരകം ഒരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 2 തണ്ട് കറി ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഒരു അരമുറി തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. തോരന് ഒതുക്കിയെടുക്കുന്ന അറിയാമല്ലോ, അതാ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ സ്റ്റൗ കത്തിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2-2.25 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും വേണ്ട. ചട്ടി ഒന്ന് കരിയാതിരിക്കുക. മൺചട്ടി ആകുമ്പോൾ പെട്ടെന്നൊന്ന് കരിയുന്ന മണം വരും. അതിനായിട്ട് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ ആ എണ്ണ എല്ലാ സ്ഥലത്തും ആയിക്കോളും. അപ്പോൾ ഈ കരിഞ്ഞ് പെട്ടെന്ന് നമുക്ക് ചുമയുണ്ടാകത്തില്ല. ഇനി അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഒരു തുണ്ട് കറി ലീഫ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിപ്പോണം. ഇപ്പോൾ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാനൊരു കുറച്ച് ചുവന്നുള്ളി കല്ലയിലൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്കിങ്ങനെ ഇട്ട് വയ്ക്കുമ്പോഴാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാനത് ചതച്ചെടുത്തതേ ഉള്ളൂ. സവാള ചേർക്കണ്ട, ചുവന്നുള്ളി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമെല്ലാം പോയി ഒന്ന് വഴന്ന് വരണം. ഇപ്പോൾ ഞാനിതാ കുറച്ച് ഉണക്കക്കൊഞ്ച് ഇതുപോലെ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി നല്ലപോലെ തലയും വാലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഈ ഉള്ളിയിലേക്ക്, ഈ ചുവന്നുള്ളി വഴറ്റിയിലേക്ക് തന്നെ നമ്മുടെ ഈ ഉണക്കക്കൊഞ്ചും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റാം. ഇതൊന്ന് നല്ലപോലെ വഴന്ന് വരുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഇപ്പോൾ ഞാനിതാ കുറച്ച് പയർ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പയറും കൂടെ ഒന്ന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉണക്കക്കൊഞ്ചിൻ്റെ നിറമെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട്. ഈ പയറും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് അടച്ച് വയ്ക്കാം. ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്കൊന്നിത് തുറന്ന് നോക്കാം. അതിന് ശേഷം നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടി പിടിക്കാതെ നോക്കണം. വീണ്ടും ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഇപ്പോൾ വീണ്ടും ഒന്ന് ഞാനതൊന്ന് തുറന്നെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധമൊക്കെ ഇങ്ങനെ പയറൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങാക്കൂട്ടില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് ഞാനൊന്ന് ആ ജാറ് ഒരിച്ചിരി വെള്ളം ഒഴിക്കാം കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ പോലും വരത്തില്ല, ഒഴിച്ചൊന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് ആവി കയറ്റി എടുക്കണം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല കിടിലനൊരു തോരനാണ്. കാണാനും നല്ലതാണ്, കഴിക്കാനും അതുപോലെ ടേസ്റ്റാണ്. ഇത് മാത്രം മതി നമുക്ക് ഒരു കലം ചോറുണ്ണാം, വയറ് നിറച്ച് ചോറുണ്ണാം. അത്രയ്ക്ക് ടേസ്റ്റായിട്ടുള്ള നല്ല അടിപൊളി ഒരു തോരനാണ് ഇത്.
അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഓളെന്നൊരു ഓപ്ഷൻ വരും. അതുകൂടി നിങ്ങൾ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതാ വീണ്ടും നമ്മളിപ്പോൾ നല്ലപോലെ ഒരു മണം വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു മണമാണ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ ഈ ഉണക്കക്കൊഞ്ചിൻ്റെയും തേങ്ങാപ്പീരയുടെ എല്ലാം മൂത്ത് വരുന്നൊരു മണമുണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. പടി പിടിക്കാതെ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതിയാവും. ഒന്നുകൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ അതാ നല്ലപോലെ നമ്മുടെ തോരനൊന്ന് പരുവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള നല്ല അടിപൊളി കിടിലൻ തോരൻ തന്നെയാണ് റെഡിയാക്കി എടുത്തേക്കുന്നത്. ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇനി ഇത് വാങ്ങി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഉണക്കക്കൊഞ്ചും പയറും ഇട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇപ്പോൾ ഞാനിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ചോറിൻ്റെ കൂടെയും കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിൽ ഇത് കഴിക്കാം കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് കഴിച്ച് നോക്ക് നിങ്ങളങ്ങനെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നാളെ ഇതേ സമയം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാ കൂട്ടുകാർക്കും ബൈ.